ഹലോ ബൈറ്റ്സിൻ്റെ ബറേലി സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ബറേലിയിലെ ഫേമസ് ആയിട്ടുള്ള 7 ശിവക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട 4 ഒന്നായിട്ട് വരുന്ന ദോബേശ്വർനാഥ് മന്ദിറാണ്. ബറേലി സദർ ബസാറിലെ ആർമി കന്റോൺമെൻറ്റ് ഏരിയയോട് ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ കയറുമ്പോൾ നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ നമുക്കിങ്ങനെ പൂജാ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാനൊരു 50 രൂപയുടെ പ്ലേറ്റ് വാങ്ങിച്ചു. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നോർത്ത് ഇന്ത്യൻ ടെമ്പിൾസിലൊന്നും നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ക്ഷേത്ര കുളങ്ങൾ കാണാറില്ല. പക്ഷേ ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് അത്യാവശ്യം വലിയൊരു ക്ഷേത്രക്കുളം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. മെയിൻ ക്ഷേത്രത്തിൻ്റെ പുറത്ത് തന്നെ ഇവിടെ നിങ്ങൾ കണ്ടോ ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഒരു സിംഹത്തിൻ്റെ സ്റ്റാറ്റ്യൂ പോലെ കാണുന്നത്, അതിനകത്താണ് വൈഷ്ണവദേവിയുടെ ഗുഹാക്ഷേത്രം. ഇത് ആക്ച്വലി ഞങ്ങൾക്ക് പോകുമ്പോൾ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി പ്രാർത്ഥിക്കാൻ വിട്ടുപോയി. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഓഫീസിൽ പോയി ഫ്രണ്ട്സിനോടൊക്കെ ഇവിടെ പോയി എന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറയണത് ഇങ്ങനെ ഗുഹാക്ഷേത്രം ഉണ്ട് അതിനകത്ത് കയറിയോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ മെയിൻ ക്ഷേത്രത്തിനകത്ത് കയറി. അപ്പോൾ ശിവഭഗവാന്റെ ക്ഷേത്രമാകുമ്പോൾ നമുക്ക് ജലധാരയ്ക്കുള്ള വെള്ളം അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള പാത്രമൊക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കളക്ട് ചെയ്ത് അകത്ത് കയറി പ്രാർത്ഥിച്ചു. ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പൂജാരീതികളും പ്രാർത്ഥനാ രീതികളും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയും കൂടെ കാണാൻ പറ്റും. 5000 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. അതായത് മഹാഭാരത കാലഘട്ടമായി ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ ജനിച്ച ദ്രൗപദിയുടെയും ദൃഷ്ടദ്യുമ്നൻ്റെയും ജന്മസ്ഥലമാണിതെന്നാണ് പറയപ്പെടുന്നത്. ശിവരാത്രിയും ജന്മാഷ്ടമിയാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും ആഘോഷിക്കപ്പെടുന്നത്. ശിവരാത്രിയുടെ ടൈമിൽ നമ്മൾ ആ കണ്ട ക്ഷേത്രക്കുളമുണ്ടല്ലോ അതിലിങ്ങനെ ദിയ സമർപ്പിക്കും. നമ്മുടെ നാട്ടിൽ ഈ ലക്ഷദ്വീപ് സമർപ്പണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ശിവരാത്രിൻ്റെ ടൈമിലാണ്. അങ്ങനെ ഞങ്ങൾ മന്ദിറിൻ്റെ അകത്തൊക്കെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. പുറത്ത് നന്ദിയുടെ വലിയൊരു വിഗ്രഹമുണ്ട്. അവിടെയും നമുക്ക് പൂജ ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഞാനും പൂജയൊക്കെ ചെയ്ത് നടക്കാൻ സാധ്യതയില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നന്ദീൻ്റെ ചെവിയിൽ പറഞ്ഞൊന്ന് ബുദ്ധിമുട്ടിപ്പിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബറേലിയിലുള്ള ദോബേശ്വർനാഥ് മന്ദിറിലെ കാഴ്ചകൾ. ബൈറ്റ്സിൻ്റെ ബറേലി സീരീസിലെ ബാക്കിയുള്ള വീഡിയോസിൽ നമുക്ക് ഇനിയുള്ള ശിവഭഗവാന്റെ ടെമ്പിൾസും ബാക്കി കുറേ നല്ല കാഴ്ചകളുണ്ട് ബറേലിയിൽ, അതൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു so much for watching our videos. Keep supporting us. This is Subhi signing off from Bytes. Bye bye.